skitchen. നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ബ്രെഡ് ഉപയോഗിച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം എന്നതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. നമുക്ക് ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ പാല്, ബേക്കിംഗ് സോഡ, ഏലക്ക ചതച്ചത്, 300 ഗ്രാം പഞ്ചസാര. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. നെയ്യ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യമായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ്. ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്കിനി ഇതിനെ പാകപ്പെടുത്തി എടുക്കാം. അതിനായിട്ട് ഒരു 2 പിഞ്ച് സോഡാ പൊടി, ഒരു 3 ടീസ്പൂൺ നെയ്യ്, പിന്നെ ആവശ്യത്തിന് പാലും ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം. കുറച്ച് പാലൊഴിച്ച് ആദ്യം കുഴയ്ക്കണം. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഗുലാബ് ജാമുൻ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിരിക്കുന്ന ബ്രെഡാണിത്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് മാറ്റാം. ഓരോ ബോൾസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു 2 തുള്ളി നെയ്യ് നമ്മൾ കൈ പുരട്ടുകതിന് ശേഷം ബോൾസ് ഉണ്ടാക്കാം. ഇതേ വലിപ്പത്തിന് ഓരോരോ ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രം വയ്ക്കുക. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നത് വരെ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് പഞ്ചസാര പാനി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ഇടാം. പഞ്ചസാരയുടെ കൂടെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ബോൾസ് ബ്രൗൺ ആയി വരുവാണ്. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ അകം വേവത്തില്ല. അതുപോലെ ഇത് ഇടുമ്പോഴും എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇടാവൂ, അല്ലെങ്കിൽ പിരിന്നു പോകും. ആദ്യം ഇട്ട ഗുലാബ് ജാമുൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതിനെയും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മളെ ഗുലാബ് ജാമുൻ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് പഞ്ചസാര പാനിയിലോട്ട് ഇടാം.
ഇട്ടതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിനെടുക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.